മലയാളിയായ ധീര സൈനികനെ അവസാന യാത്ര അയക്കാനുള്ള ഒരുക്കത്തിലാണ് പത്തനംതിട്ടയിലെ ജന്മഗ്രാമമായ ഇലന്തൂർ. തോമസ് ചെറിയാനുള്ള ആദരമായി പ്രത്യേക കല്ലറ തയ്യാറാക്കാനാണ് ഇടവകയുടെ തീരുമാനം. നാളെ 10 മണിയോടെ ഇലന്തൂരിലെത്തിക്കുന്ന തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരം വീട്ടിൽ പൊതുദർശനത്തിന് കിടത്തിയ ശേഷം വൈകിട്ട് 3 മണിയോടെ സൈനിക ബഹുമതികളോടെ ഇലന്തൂർ സെന്റ് പീറ്റേഴ്സ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും. 56 വർഷങ്ങൾ സിനിമാ കഥകളെ പോലും വെല്ലുന്ന സംഭവവികാസങ്ങൾക്കാണ് ഇലന്തൂർ ഗ്രാമം സാക്ഷ്യം വഹിച്ചത്. സുഹൃത്തുക്കളും സഹപാഠികളും മറന്നു തുടങ്ങിയ തോമസ് ചെറിയാൻ എന്ന സൈനികനെ പക്ഷേ സൈന്യം മറന്നില്ല. 56 വർഷം നീണ്ട തിരച്ചിലിനൊടുവിൽ മഞ്ഞുമലകൾക്ക് മുകളിൽ നിന്ന് ലഡാക്കിലേക്ക് സൈനിക സേവനത്തിനായി യാത്ര തിരിച്ച തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരം കണ്ടെത്തി. ബന്ധുക്കൾക്ക് ഓർക്കാൻ ഒരു ചിത്രം പോലും കയ്യിലുണ്ടായിരുന്നില്ല. എന്നാൽ സൈന്യത്തിന്റെ ഫയലുകളിൽ ധീരനായ ആ ചെറുപ്പക്കാരന്റെ ചിത്രം മങ്ങലേൽക്കാതെ സുരക്ഷിതമായിരുന്നു. ആ ചിത്രം അവർ ബന്ധുക്കൾക്കും കൈമാറി. നാട്ടിലേക്കുള്ള തോമസ് ചെറിയാന്റെ അവസാന യാത്രയ്ക്കായി ഇലന്തൂർ ഗ്രാമവും ഇടവക പള്ളിയും എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ഇവിടെ ഇതുവരെ ഫാമിലി മെമ്പേഴ്സ് തീരുമാനിച്ചിരിക്കുന്ന ഒരു 11 മണിയോടെ ഇവിടെ മൃതദേഹം വന്നു കഴിഞ്ഞാൽ ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞ് പിന്നെ ഇവിടെ പ്രേയറും ശുശ്രൂഷയൊക്കെ കാണും. 1 മണിക്കൂറോളം നേരം ഇവിടെ വെച്ചിട്ട് പിന്നെ ഇവിടുന്ന് പള്ളിയിലോട്ട് പോകാൻ. പിന്നെ പള്ളി കഴിഞ്ഞ് അവിടെ ഒരു മിലിറ്ററി പ്രൊസീജിയറുണ്ട് ഞങ്ങൾക്ക് ലാസ്റ്റ് റെസ്പെക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചീഫ് ഓഫ് ആർമി സ്റ്റാഫും ബാക്കി മുഖ്യ അധികാരിയുടെ ഒക്കെ പേരിൽ റീത്ത് സെറമണി കാണും. പിന്നെ ലാസ്റ്റ് സല്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മൃതദേഹം ബരിയലിന് വേണ്ടി കൊണ്ടുപോകും. ഇവിടെ എല്ലാം തയ്യാറെടുപ്പ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇലന്തൂരിന്റെ ധീരസൈനികന് അന്ത്യവിശ്രമത്തിന് ഇടവകപ്പള്ളിയിലും പ്രത്യേക സ്ഥലമൊരുക്കും. പള്ളിമുറ്റത്ത് തന്നെയാണ് പ്രത്യേക കല്ലറയുടെ നിർമ്മാണം. തീർച്ചയായിട്ടും സൈനിക സേവനം നടത്തുന്നവർക്കും ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കും അല്ലെങ്കിൽ ഈ രാജ്യത്തെ നോക്കുന്നവർക്കും എല്ലാം അഭിമാനവും അത്ഭുതവും നൽകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇടവക പോലും അദ്ദേഹത്തെ ഓണർ ചെയ്തിട്ടാണ് കുടുംബ കല്ലറയിൽ അടക്കാതെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കല്ലറയുടെ ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് ഇടവകയും അദ്ദേഹത്തെ ആദരിക്കുമ്പോൾ ഒരു സൈനികനോട് സമൂഹം കാണിക്കുന്ന ഏറ്റവും വലിയ ആദരവും ബഹുമാനവുമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഇത് കാണുന്നത്. നാളെ രാവിലെ 10 മണിയോടെ ഇലന്തൂരിൽ നിന്ന് വീട്ടിലേക്ക് വിലാപയാത്രയായി ഭൗതിക ശരീരം എത്തിക്കും. വീട്ടിലെ പൊതുദർശന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം പള്ളിമുറ്റത്താണ് ഔദ്യോഗിക സൈനിക ബഹുമതികൾ. 3 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് കുടുംബത്തിന്റെയും ഇടവകയുടെയും തീരുമാനം. ജനം, പത്തനംതിട്ട.